കഴിഞ്ഞ കുറേ കാലമായി ബീഫിന്റെ പേരിൽ ബി.ജെ.പിയെ കുറ്റപ്പെടുത്തുകയും ആറാടുകയും ചെയ്ത പ്രതിപക്ഷ പാർട്ടികളുടെ നെറുകന്തലയ്ക്കടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്നലെ ജമ്മു കാശ്മീരിൽ ഉദൻപൂരിൽ നടത്തിയ ഒരു വലിയ പ്രസംഗം, ആ റാലിയെ അഭിസംബോധന ചെയ്ത് മോദി നടത്തിയ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കത്തിപ്പടരുകയാണ്. നവരാത്രി ദിവസങ്ങൾ നമുക്കറിയാം. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് നവരാത്രി ദിനങ്ങൾ വളരെ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുന്ന ദിനങ്ങളാണ്. ആ ദിനത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ലല്ലു പ്രസാദിൻ്റെ വീട്ടിൽ നാൽക്കാലിയെ പാചകം ചെയ്യുകയും ആ പാചകം ചെയ്യുന്ന വീഡിയോ ആ ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഇത് ബഹുഭൂരിപക്ഷത്തെ അവഹേളിക്കാനും അപമാനിക്കാനും വേണ്ടിയുള്ളൊരു ശ്രമമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. RJD നേതാവ് ലല്ലു പ്രസാദ് യാദവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ പാചകം നടത്തിയത്. അത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ വീഡിയോ, അതായത് നവരാത്രി ദിനങ്ങളിൽ തന്നെയാണ് ഈ വീഡിയോ പുറത്ത് വിട്ടതും. ഏതായാലും ഈ ഒരു വിവാദം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പുകഞ്ഞ് കത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മഹാഭൂരിപക്ഷത്തിൻ്റെ വികാരം മാനിക്കാതെ മഹാഭൂരിപക്ഷത്തിൻ്റെ വികാരം വെച്ച് കളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷം ശ്രാവണ മാസത്തിൽ ഹിന്ദുവിൻ്റെ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമായ ശ്രാവണ മാസത്തിലാണ് ഈ നാൽക്കാലിയെ പാചകം ചെയ്തുകൊണ്ട് ഈ മുഗളന്മാരെ പോലെ അത് വീഡിയോ പോസ്റ്റ് ചെയ്യുക എത്രത്തോളം അവഹേളിക്കുന്ന തരത്തിലായിരുന്നു. കാരണം ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആയാലും ലല്ലു പ്രസാദ് യാദവുമായാലും ഒക്കെ അവരുടെ സ്വകാര്യ വ്യക്തികളല്ല, കാരണം പൊതുപ്രവർത്തകരാണ്. ആ പൊതുപ്രവർത്തകരാണ് ഒരു ബഹുഭൂരിപക്ഷം വരുന്നവരുടെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് ആ ശ്രാവണ മാസത്തിൽ നവരാത്രി നാളിൽ ഈ നാൽക്കാലിയെ പാചകം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്തയുടെ അനവധി കമൻറ്റുകൾ വരും. അവർക്കതിന് അവകാശമില്ല. അവർക്കതിന് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അവർ പൊതുപ്രവർത്തകരാണ്. ഈ രാജ്യത്തിൻ്റെ MP ആണ്, പ്രതിപക്ഷ നേതാവാണ്. ആ നേതാവും ബഹുഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങളെ മാനിച്ചേ മതിയാകൂ. അതൊരു നിയമം തന്നെയാണ്. സ്വകാര്യ വ്യക്തികൾ അവരുടെ വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ യാതൊരു തെറ്റുമില്ല. ഇവിടെ ഏതായാലും ബീഫ് വിവാദമായിരുന്നു കഴിഞ്ഞ കുറേ കാലമെങ്കിൽ. ആ ബീഫ് വിവാദം കെട്ടടങ്ങിയതെന്ന് എങ്ങനെയെന്നുള്ള കാര്യം ബീഫ് വിവാദം കുത്തിപ്പൊക്കുന്നവർക്ക് തന്നെ അറിയാം. കാരണം കേരളത്തിലിരുന്ന് ബീഫ് വിവാദം പറയുന്നവർ കേരളത്തിന് പുറത്ത് ബീഫ് ബോട്ട് ബി എന്ന് പോലും മിണ്ടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം വോട്ട് പോകും എന്നുള്ളത് തന്നെ. കാരണം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും തന്നെ ഈ രാജ്യം വെച്ച് പൊറിപ്പിച്ച ചരിത്രവുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായ ഒരു വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് ഇതുവരെ മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ മറുപടി ഉണ്ടാകുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.